നമസ്കാരം. സഞ്ജിത മുസ്തഫയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. 25-ാം തീയതി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്നാണ് ഞാനത് കണ്ടത്. ഇടയ്ക്കൊക്കെ ചില റിപ്പോർട്ട് ലവേഴ്സ് കാരണമായി ചെറിയ ബ്രേക്സ് കിട്ടാറുണ്ട്. കഥയിൽ ചെറിയ ട്വിസ്റ്റ് ഉണ്ടാകും. ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കാം, ചിലർക്കല്ല. പക്ഷെ ഞാൻ എൻ്റെ ട്രാക്കിൽ തന്നെ അങ്ങനെ ഒരു ചെറിയൊരു കുറിപ്പ്. ആ കുറിപ്പിന്റെ താഴെ കേരളത്തിലെ മഹാമാന്യന്മാർ പറയുന്നത് ഈ സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ പുണ്യാത്മാക്കളുടെ മഹത് വചനങ്ങൾ ഇങ്ങനെ താഴെ എഴുതുന്നത് കണ്ടു. അത് ചിലയിടങ്ങളിൽ എഴുതാറുണ്ട്. എൻ്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും അത്തരം മഹാന്മാരുടെ വചനങ്ങൾ കാണാറുണ്ട്. സത്യത്തിൽ ഈ സഞ്ജിത മുസ്തഫയെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റുള്ളവരെയോ അത്രയും വലിയ വിഷവിത്തുക്കളായിട്ട് ഞാൻ കാണാറില്ല. ഈ കമന്റ് ബോക്സിൽ തെറി കമന്റുകൾ എഴുതി ഈ സമൂഹത്തെ മുഴുവൻ മലീമസമാക്കുന്ന, മുഴുവൻ ആൾക്കാരെയും തെറി പഠിപ്പിക്കുന്ന കുറെ മഹാന്മാരുള്ള വിഷം ഇവരുടെ ഒന്നും മനസ്സിലില്ല. സഞ്ജിത മുസ്തഫയുടെ വീഡിയോ ജനങ്ങൾ അത് കണ്ടത് വൈറലായതിനു ശേഷം അതിന്റെ പേരിൽ എന്ന് പറയുന്നു ഒരാൾ ആത്മഹത്യ ചെയ്ത ശേഷം കോടതിയിൽ തെളിയിക്കാനൊന്നും പറ്റില്ല. സഞ്ജിത മുസ്തഫയെ കേസിൽ ശിക്ഷിക്കൊന്നുമില്ല. വലിയ ആവേശം, വലിയ വകുപ്പുകൾ ഇട്ട് കോടതിയിൽ കൊണ്ടെത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വകുപ്പുകൾ അനുസരിച്ചിട്ടുള്ള ഒരു റിമാൻഡ്, ജുഡീഷ്യൽ കസ്റ്റഡി കോടതി ഉത്തരവിടും. അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതായത് ഈ കേസിൽ സഞ്ജിത മുസ്തഫ ശിക്ഷിക്കപ്പെടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോ സഞ്ജിത മുസ്തഫ കുറ്റക്കാരിയാണെന്ന് തെളിയില്ല. പിന്നെ ആ വീഡിയോ കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, അതിന്റെ മുഴുവൻ വീഡിയോ കണ്ടതിൽ നിന്നാണ്. അതിന്റെ ചെറിയ ചെറിയ പാർട്സ് കണ്ടതിൽ നിന്നല്ല. ആദ്യം അതിന്റെ മുഴുവൻ വീഡിയോ ഉണ്ടായിരുന്നു, പിന്നെ അതിന്റെ ചെറിയ ചെറിയ പാർട്സ് ഉണ്ടായിരുന്നു. ആദ്യം ഒന്ന് തട്ടുന്നുണ്ട്, അതിനുശേഷം ജസ്റ്റ് ഒന്ന് നോക്കിയതിനു ശേഷം വീണ്ടും തട്ടുന്നുണ്ട്. ആ രണ്ടാമത്തെ തട്ട് അറിഞ്ഞുകൊണ്ടുള്ള തട്ടാണ്. എന്നാൽ ഇവിടെ സഞ്ജിത ചെയ്ത തെറ്റ്, ആ ആദ്യ തവണ തട്ടിയപ്പോൾ തന്നെ മാറുന്നതിന് പകരം അവിടെ നിന്നു വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ തട്ടും അതുപോലെ ക്യാമറയിൽ പതിച്ചു. എന്നിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയോട് പങ്കുവച്ചു. അത് അവൾ ചെയ്ത തെറ്റ്. അവൾ അതുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട ചെയ്യേണ്ടിയിരുന്നത്. കാര്യം ചിലർ അങ്ങനെയാണല്ലോ. പക്ഷെ അവിടെ നമ്മൾ മറുഭാഗം ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് കണ്ടു. പക്ഷെ അത് 100% ക്ലീനായി ഞാൻ കൊടുക്കുന്നില്ല. എന്റെ വീഡിയോയിൽ എവിടെ അത് പറഞ്ഞിട്ടില്ല, പറയേയില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടി കഴിയുമ്പോൾ മറുഭാഗത്തെ പിടിച്ച് കുരിശി തറക്കുന്ന ഒരു പരിപാടി എന്നെ സംബന്ധിച്ചില്ല. കാരണം ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ട് വന്നിരിക്കുന്ന ആളാണ്. എന്നെ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ചത്. യൂട്യൂബ് ചാനലുകളും ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകളും എന്റെ ഫോട്ടോ കൊടുത്ത് അങ്ങോട്ട് അർമാദിച്ചു. യൂട്യൂബറെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ എന്നെ റിമാൻഡ് ചെയ്ത വിഷയം ന്യൂസ് അവറിൽ ആഘോഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചാനലിൽ അവരുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർ വൈകുന്നേരത്തെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ലൈവ് ഞാനിവിടെ പോവാണ്. കാര്യം എനിക്കും പ്രൂവ് ചെയ്യണമല്ലോ ഞാൻ റിമാൻഡിലല്ല, ഞാൻ വീട്ടിലാണ് എന്ന്. അപ്പോൾ അത്തരത്തിൽ കഥകൾ പ്രചരിപ്പിക്കാൻ എന്താണ് വാസ്തവം, എന്താണ് സത്യം എന്ന് പറയാനിവിടെ ആളില്ല, മാധ്യമങ്ങളില്ല, അതിവിടെ സോഷ്യൽ മീഡിയയിലും ഇല്ല. ആരെങ്കിലും ഒരാളെ പൊങ്കാല ഇടാനായി തയ്യാറായിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഓക്കെ, അതിന്റെ പിന്നാലെ അങ്ങ് പോകും. ഇന്ന് എന്റെ കേസ്, ആ കേസ് തന്നെ നിലനിൽക്കില്ല. അത് മാത്രമല്ല, എന്നെ അറസ്റ്റ് ചെയ്തത് തന്നെ നിയമവിരുദ്ധമായിട്ടാണ് എന്ന നിലയിലേക്ക് എത്തി നിൽക്കുകയാണ്. അതെനിക്ക് അന്നും അറിയാം. എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരോട് ഞാൻ പറഞ്ഞതാണ്, എന്റെ റൈറ്റ്സ് നിങ്ങൾ വയലേറ്റ് ചെയ്യരുത്, നിങ്ങളുടെ റൈറ്റ്സ് നിങ്ങൾ ചെയ്തോളൂ, ഞാൻ സഹകരിക്കാമെന്നാണ്. അവർ എന്റെ റൈറ്റ്സ് വയലേറ്റ് ചെയ്തു. പൂർണ്ണമായും നിയമവിരുദ്ധമായ കാര്യങ്ങൾ എന്നിൽ ചെയ്തു. അതിന് ആ പോലീസുകാർ പെൻഷൻ വാങ്ങില്ല എന്ന് അപ്പോൾ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഷാജസ് കറിയ അത് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ കഥകൾ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പറയാം. അത് സഞ്ജിത മുസ്തഫ ആയാലും സാബു കുട്ടോട്ടി ആയാലും ആരായാലും നമുക്ക് പറയാം. എല്ലാവരും ഇവിടെ പുണ്യാളന്മാരൊന്നുമല്ല, ഞാനും പുണ്യാളൊന്നുമല്ല. ചില കാര്യങ്ങൾ പറയാനുള്ളത് പറയണമല്ലോ. സഞ്ജിത മുസ്തഫ അവരുടെ മേലെ തട്ടി ആ വീഡിയോ എടുത്ത് ഇട്ടു, ശരി. എന്നാൽ അതോടുകൂടി സഞ്ജിത തൂങ്ങിച്ചാവണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തൂങ്ങിച്ചാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ മൊബൈലിന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കണം. നിങ്ങൾ മറ്റൊരാൾക്ക് ആ ലോക്ക് അഴിച്ചെന്ന് കൊടുക്കാൻ തയ്യാറാവും? എത്ര മഹാന്മാർ തയ്യാറാകും? മിക്കവാറും ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ തെറി എഴുതുന്ന മഹാന്മാർ എത്ര പേർ പ്രൊഫൈൽ തുറന്നു വെച്ചിട്ടുണ്ട്? അവരുടെ ചില കമന്റുകൾ മറ്റു ചിലതിൽ കാണുമ്പോൾ വലിയ രാജ്യസ്നേഹികളാണ്, അതേപോലെ അങ്ങോട്ട് കാരുണ്യം വഴിഞ്ഞൊഴുകുന്നവരാണ്, സ്നേഹസമ്പന്നരാണ്, കുടുംബപരമായി എന്തൊക്കെയോ ഒലക്കയാണ്, ആനയാണ്, ചേനയാണ് എന്ന് അവിടെയൊക്കെ വിളമ്പി വെക്കുന്നവരാണ് ഇവിടെ വന്ന് ഇത്തരത്തിൽ അസഭ്യം വിളമ്പി വെക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. ചുരുക്കം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലാണ് ഈ സ്നേഹവും ഇതും എല്ലാം ഇങ്ങനെ വഴിഞ്ഞൊടുക്കുന്നത്. അതിന് പുറത്ത്
കിട്ടിയാൽ നമുക്കും ഒന്ന് കുടിക്കാം എന്നതാണ് ബഹുഭൂരിപക്ഷത്തിന്റെ നിലപാട് എന്നത് വസ്തുതയാണ്. കാരണം ഞാൻ ഒരു സൈക്കോളജി ഫീൽഡും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പല മഹാന്മാരെ നമ്മൾ അങ്ങനെ തന്നെ കണ്ടിട്ടുമുണ്ട്. ഇവിടെ അധികം ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ളൂ. ഞാനിത് പറയുന്നത് ഷിഞ്ചിത മുസ്തഫയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള തെറി കമന്റുകളുടെ എണ്ണം കണ്ടിട്ടാണ്. ആ കണ്ട മുഴുവൻ ആൾക്കാരും മഹാന്മാർ, എല്ലാവരും സത്യസന്ധന്മാർ, പുണ്യാളച്ചന്മാർ. ഷിഞ്ചിത മുസ്തഫ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് മാത്രം മോശക്കാരി. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഒരു കുറ്റം കോടതിയിൽ തെളിയിക്കുമ്പോഴാണ് അവർ കുറ്റക്കാരിയാകുന്നത്. ഷിഞ്ചിത മുസ്തഫയുടെ കേസ് കോടതി തെളിയിക്കാൻ കഴിയില്ല. ഷിഞ്ചിതയാണ് അയാളുടെ മരണകാരണം തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് കോടതി വെറുതെ വിടുകയാണ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ആക്ഷേപിച്ചവർക്കെതിരെ തിരികെ കേസ് കൊടുക്കാൻ ഷിഞ്ചിതയ്ക്ക് കഴിയും എന്നതുകൂടി ഒന്ന് ചിന്തിക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഹർത്താൽ നമുക്കറിയാലോ. ഹർത്താൽ ഒരു തോന്നിയാസം കാണിച്ചത്, ഒരുത്തൻ കൊല്ലപ്പെട്ടു. അതില് ഞാനടക്കമുള്ള മുഴുവൻ ആൾക്കാരും അതിൽ വളരെയധികം വിഷമിച്ചു. കാരണം അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അവരുടെ കുടുംബത്തിന് നീതി ലഭിക്കണം. നമ്മളൊക്കെ വീഡിയോ ചെയ്തതാണ്. എന്നാൽ അതിന്റെ പേരിൽ വഴിയിൽ ആൾക്കാരെ തടയുക, ഹോസ്പിറ്റലിൽ പോകുന്നവരെ തടയുക, പരീക്ഷയ്ക്ക് പോകുന്നവരെ, എൻട്രൻസ് എക്സാമിന് പോകുന്നവരെ തടയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കൂത്താട്ടത്തിനെ, പേക്കൂത്തതിനെ സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ഇൻബോക്സിൽ ഇപ്പോഴും ചില പുണ്യാത്മാക്കൾ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ആ ഹർത്താലിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഹർത്താൽ ചെറ്റത്തരമായിരുന്നു, ഭൂലോക ചെറ്റത്തരമായിരുന്നു, ഒരു സംശയം വേണ്ട. ഹർത്താൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ മുഴുവൻ ജീവിതം തകർക്കാനുള്ളതല്ല. അത് തെമ്മാടിത്തരം എന്നാണ് പറയല്. നീ ആര് നടത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തിനു വേണ്ടി നടത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നതുപോലെ തന്നെ ഈ കാണിക്കുന്ന ഷിഞ്ചിത മുസ്തഫ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഇതായിരിക്കാം, ഏത് പ്രതികരണമായിരിക്കാം. പക്ഷെ ആ പ്രതികരണം നിങ്ങളുടെ അഭിപ്രായമല്ല, മറ്റുള്ളവരെ കാണിക്കാനുള്ള നിങ്ങളുടെ ആത്മരോക്ഷമാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൽപ്പെട്ട പല പ്രമുഖന്മാരുടെയും മറ്റു പലയിടങ്ങളിലെയും പ്രകടനം കണ്ടിട്ട് അന്തം വിട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഒരാളൊരു തെറ്റ് ചെയ്താൽ അയാൾ അതോടുകൂടി ഇല്ലാതാകണമെന്നല്ല. ഇനി അയാൾ തെറ്റ് ചെയ്തു തന്നെ പൂർണ്ണമായിട്ടും ഷിഞ്ചിത മുസ്തഫ ഒരു തെറ്റുകാരിയാണ് എന്ന് കരുതുക. അങ്ങ് തല്ലിക്കൊല്ലാനാണെങ്കിൽ ഈ കമന്റ് എഴുതുന്ന ഒരു ഒറ്റ എണ്ണം ജീവിച്ചിരിക്കാൻ അർഹതയുണ്ടോ? എല്ലാത്തിനെയും തല്ലിക്കൊല്ലണ്ടേ? അപ്പൊ അതല്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ഈ കേസിൽ ഷിഞ്ചിത മുസ്തഫയുടെ വീഡിയോ കണ്ട് വീഡിയോയ്ക്ക് ശേഷം, വീഡിയോ പബ്ലിഷ് ചെയ്യാൻ ശേഷം അയാൾ ആത്മഹത്യ ചെയ്തത് കൊണ്ടാണ് ഈ പറഞ്ഞ മുഴുവൻ മഹാന്മാരും ഷിഞ്ചിതയുടെ പോസ്റ്റിന് താഴെ പൊങ്കാലയിടുന്നത്, അല്ലെങ്കിൽ അവളെ തല്ലിക്കൊല്ലണമെന്ന് ആക്രോശിക്കുന്നത്. നേരെ മറിച്ച് ആ മരണപ്പെട്ടവൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന മഹാന്മാരെല്ലാവരും അവന്റെ പോസ്റ്റിന് താഴെ അല്ലെങ്കിൽ അവന്റെ വീട്ടിന് നേരെ ആയിരിക്കും കല്ലെറിഞ്ഞിട്ടുണ്ടാകുക. അല്ല എന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? Different angles. Don't forget to subscribe and support this channel.